കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് സിറോ മലബാർ സഭാ സിനഡ്. സിറോ മലബാർ സഭയുടെ 33ാമത് സിനഡിന്റെ ആദ്യ സമ്മേളനത്തിന് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പുറപ്പെടുവിച്ച സർക്കുലറിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയും വനാതിർത്തിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെയും ആശങ്കകളും വേദനകളും ശ്രദ്ധാപൂർവം സിനഡ് വിലയിരുത്തി. നിയമസഭയിൽ അവതരിപ്പിക്കാനായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കേരള വനം നിയമ ഭേദഗതി ബില്ലിനെക്കുറിച്ച് കർഷകർക്ക് ഗൗരവമായ ആശങ്കകളുണ്ട്. കേരളത്തിന്റെ വനാവൃതി വർദ്ധിച്ചു വരുമ്പോഴും വനനിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നത് വനപാലകർക്ക് അധികാര ദുർവിനിയോഗത്തിനും പൊതുജനത്തിന്റെ അവകാശ ലംഘനത്തിനും ഇടയാക്കുമെന്നതിനാൽ പ്രസ്തുത ബിൽ പുനഃപരിശോധിക്കണമെന്ന് സിനഡ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ട് ഒരു വൈദികനായിരിക്കെ തന്നെ സാർവത്രിക സഭയിലെ കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സഭയ്ക്ക് ഏറെ അഭിമാനകരമാണ്. ഗൾഫ് മേഖലയിലെ പ്രവാസികളായ സിറോ മലബാർ വിശ്വാസികളുടെ അജപാലന പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ സഭയുടേതായ തനത് സംവിധാനങ്ങൾ രൂപപ്പെടണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു. ഇക്കാര്യത്തിൽ സഭയ്ക്ക് അനുകൂലമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ എടുത്ത നിലപാട് സഭാംഗങ്ങൾക്ക് മുഴുവൻ പ്രത്യാശ പകരുന്നതാണെന്ന് സർക്കുലറിൽ വ്യക്തമാക്കി. നാടിന്റെ മുഴുവൻ ദുഃഖമായി മാറിയ വയനാട് വിലങ്ങാട് പ്രകൃതി ദുരന്തങ്ങളിൽ തകർന്നുപോയ ജീവിതങ്ങളെ പുനരുദ്ധരിക്കാൻ ഒരു മനസ്സോടെ അണിനിരക്കാൻ കഴിഞ്ഞുവെന്നത് നമ്മുടെ സമൂഹത്തിന്റെ നന്മയിലുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ്. ഈ വർഷം നമുക്ക് 287 നവവൈദികരെയും 404 നവസന്യസ്തരെയും ലഭിച്ചതിനും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെ മനസ്സിലാക്കാനും പരിഹാരം കണ്ടെത്താനുമായി 2026 ആണ്ട് സിറോ മലബാർ സഭ സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിക്കാൻ സിനഡ് തീരുമാനിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ ഏറെ നാളുകളായി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികൾ പൂർണ്ണമായി പരിഹരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം സിനഡ് പിതാക്കന്മാർ എളിമയോടെ അംഗീകരിക്കുന്നു. ഐക്യത്തിന്റെ പുതിയ പ്രഭാതം വിദൂരമല്ല എന്ന പ്രത്യാശയോടെയാണ് ഈ വിഷയം സിനഡ് പിതാക്കന്മാർ ചർച്ച ചെയ്തത്. സിറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ 2 തവണ കത്തുകളിലൂടെയും 1 തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സിറോ മലബാർ സഭ മുഴുവനിലും നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല. പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഇക്കാര്യത്തിൽ യാതൊരുവിധ പുനരാലോചനയും സാധ്യമല്ല എന്ന സത്യം എല്ലാ കത്തോലിക്ക വിശ്വാസികളും വിവേകപൂർവ്വം മനസ്സിലാക്കണമെന്ന് സർക്കുലറിൽ വ്യക്തമാക്കി. ആരാധനാക്രമത്തിലെ അഭിപ്രായാന്തരങ്ങൾ തെരുവിലെ സംഘർഷങ്ങളാക്കി മാറ്റുന്നത് ഏറെ ദുഃഖകരമാണ്. ഐക്യത്തിന്റെ കൂദാശയായ വിശുദ്ധ കുർബാനയുടെ അർപ്പണം നാട്ടിലെ ക്രമസമാധാന വിഷയമായി മാറ്റുന്നതിൽ സഭയൊന്നാകെ വേദനിക്കുന്നുണ്ട്. ഈ ശൈലിയിൽ നമുക്കിനിയും മുന്നോട്ട് പോകാനാവില്ല എന്ന സത്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. സിനഡിനെ അനുകൂലിക്കുന്നവർ എന്ന വ്യാജേന സാമൂഹിക മാധ്യമങ്ങളിലും തെരുവിലും സഭയെ അപമാനിക്കുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നവരുടെ നിലപാടുകളും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് സർക്കുലറിൽ ഓർമ്മിപ്പിച്ചു.